അറഫ ദിവസം പ്രാർത്ഥനയുടെ ദിവസമാണെന്ന് ഇമാം തിർമിദി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. ഏറ്റവും ഖൈറായ ദുആ അറഫ ദിവസത്തിലെ ദുആ ആകുന്നു. ഇത് ഹാജിമാർക്കും അല്ലാത്തവർക്കും ബാധകമാണ് എന്നാണ് പണ്ഡിതന്മാർ മനസ്സിലാക്കി തന്നിട്ടുള്ളത്. വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി. ഞാനും എനിക്ക് മുമ്പുള്ള നബിമാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും നല്ല വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, വഹ്ദഹു ലാ ശരീക ലഹ്, അവൻ ഏകനാണ്, അവന് പങ്കുകാരില്ല, ലഹുൽ മുൽക്കു, അവനാണ് ആധിപത്യം, വലഹുൽ ഹംദു, സർവ്വസ്തുതികളും അവനാണ്, വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഈ ദിക്റുകൾ യൗമു അറഫയുടെ ദിവസം നമ്മൾ ധാരാളമായി വർദ്ധിപ്പിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലാഹു തൗഹീദിൻ്റെ സാക്ഷ്യം സ്വീകരിച്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ അന്നേ ദിവസത്തെ ഈ തൗഹീദിൻ്റെ ദിക്റുകൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫ ദിവസം ധാരാളമായി ദിക്റ് ചൊല്ലാൻ പറഞ്ഞിട്ടുള്ളത്. അറഫ ദിവസം മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള, അള്ളാഹുവിൻ്റെ അടുക്കൽ മഹത്വമേറിയ ദിവസങ്ങളാണ് ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങൾ. ഫഅക്സിറു ഫീഹിന്ന മിന തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്. അന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാ, മറ്റൊരു റിവായത്തിൽ തസ്ബീഹുമുണ്ട്, സുബ്ഹാനല്ലാഹ്. ഈ ദിക്റുകൾ ഇതെല്ലാം തൗഹീദുമായി ബന്ധപ്പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു പരിശുദ്ധനാണ്, അൽഹംദുലില്ലാ, സർവ്വസ്തുതിയും അല്ലാഹുവിനാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. ദുൽഹജ്ജ് 9 യൗമു അറഫയുടെ ദിവസം ഈ പ്രധാനപ്പെട്ട 10 ദിവസങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ തൗഹീദിൻ്റെ ദിക്റുകൾ, ധാരാളമായി അല്ലാഹുവിനോട് ദുആ ചെയ്യൽ, ഇതെല്ലാം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങളിൽ അനിവാര്യമാണ്. അതേപോലെ തന്നെ മറ്റ് എന്തെല്ലാം സൽക്കർമ്മങ്ങൾ നമുക്ക് ഈ ദിവസം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യേണ്ടതുണ്ട്. ഇബ്നു അബീ ശൈബ അദ്ദേഹത്തിന് മുസന്നഫിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മാമിൻ അയ്യാമിൻ അൽ അമലു സാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാം. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങളെ മറ്റേതൊരു ദിവസത്തേക്കാളും കൂടുതലായി ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് അന്ന് മറ്റ് എല്ലാ സൽക്കർമ്മങ്ങളും യൗമു അറഫയിൽ നമുക്ക് വർദ്ധിപ്പിക്കാം. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത്, യുസ്തഹബ്ബുൽ ഇക്സാറു മിൻ ഹാദി ദിക്രി വദ്ദുആ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന ദിക്ർ യൗമു അറഫയുടെ ദിവസം ധാരാളമായി വർദ്ധിപ്പിക്കുക. അദ്ദേഹം പറയാണ്, വയജ്തഹിദു ഫീ ദാലിക്, വളരെ നന്നായി അധ്വാനിക്കുക. ഫഹാദൽ യൗമു അഫ്ളലു അയ്യാമിസ് സന ലിദ്ദുആ. ഒരു വർഷത്തിൽ ഈ ദുആ ഏറ്റവും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുന്ന ദുആക്ക് ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് യൗമു അറഫ. ഈ ഒരു ചാൻസ് ആ ഒരൊറ്റ ദിവസമാണുള്ളത്. ഹജ്ജിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. ദിക്റുകൾ, ദുആകൾ, പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, വ്യത്യസ്തങ്ങളായ ദുആകൾ, വയഅതി ബി അൻവാഇൽ അദ്കാർ, വ്യത്യസ്തമായ ദിക്റുകൾ, സ്വന്തത്തിന്, മാതാപിതാക്കൾക്ക്, കുടുംബക്കാർക്ക്, വമശായിഖിഹി, അവരുടെ ഷെയ്ഖുമാർക്ക്, വസ്ഹാബിഹി, അവരുടെ ആളുകൾക്ക്, വസ്ദിഖാഇഹി വഹബാബിഹി, കൂട്ടുകാർക്ക്, പ്രിയപ്പെട്ടവർക്ക്, വസായിരി മൻ അഹ്സന ഇലൈ, നമുക്ക് നന്മ ചെയ്ത ധാരാളം ആളുകളുണ്ടാവും, അവർക്ക്, വജമീഇൽ മുസ്ലിമീൻ, മറ്റു മുഴുവൻ മുസ്ലിമീങ്ങൾക്കും, അങ്ങനെ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക, ഖുർആൻ ഓതുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക. അങ്ങനെ ഈ ദിവസത്തെ പരിപൂർണമായും ഉൾപ്പെടുത്തുക. ആ ദിവസത്തിലെ ഏറ്റവും വലിയ കാര്യമെന്നുള്ളത് തൗഹീദ് തിരിച്ചറിയൽ തന്നെയാണ്. എല്ലാ നിലക്കുമുള്ള ചെറുതും വലുതുമായ ശിർക്കുകളിൽ നിന്നെല്ലാം മുക്തരാവുകയും അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക. ആ നിലക്കൊക്കെയാണ് അറഫ ദിവസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്.